പ്രിയമുള്ള സുഹൃത്തുക്കളെ, എല്ലാവർക്കും നമസ്കാരം. ഓണം എത്താറായി. വളരെ വലിയ സർപ്രൈസുകൾ ആണ് ഈ ഒരു ഓണത്തിന് നമുക്ക് ലഭിക്കാൻ പോകുന്നത്. പ്രത്യേകിച്ച് ക്ഷേമ പെൻഷനൊക്കെ വാങ്ങുന്ന ആളുകളും അതുപോലെ മറ്റ് ആനുകൂല്യങ്ങളൊക്കെ കൈപ്പറ്റുന്ന ആളുകളൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കണം. ഓണം ഇത്തവണ നമുക്ക് പൊടി പിടിക്കാനായിട്ടുള്ള തുക സർക്കാർ തന്നെ തരും എന്നുള്ള കാര്യത്തിൽ ഏകദേശം ഇപ്പോഴൊരു ഉറപ്പെത്തിയിരിക്കുകയാണ്. അപ്പോൾ ഇതൊക്കെ സംബന്ധിച്ചുള്ള വിശദമായിട്ടുള്ള അറിയിപ്പുകൾ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നു. ഏവരും വീഡിയോ പൂർണ്ണമായും കാണുക, വീഡിയോ ലൈക്ക് ചെയ്യുക. ചാനൽ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കൾ ദയവായി നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. ഫേസ്ബുക്ക് വഴി വീഡിയോ കാണുന്നവർ ഫേസ്ബുക്ക് പേജ് കൂടി ഫോളോ ചെയ്യുക. നമ്മുടെ സംസ്ഥാനത്ത് ഓണം അല്ലെങ്കിൽ നമ്മുടെ മലയാളികൾ ആഘോഷിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ആഘോഷമായ ഓണം വരികയാണ്. പ്രത്യേകിച്ച് ഇതുമായി ബന്ധപ്പെട്ട് വിപണിയിലേക്ക് പണം എത്തേണ്ടതിൻ്റെ ആവശ്യകത വളരെ കൂടുതലാണ്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടുള്ള നടപടികൾ ഓണത്തോടനുബന്ധിച്ച് ഒരുപക്ഷെ 2 മാസത്തെ തുകയായിരിക്കും നമ്മളുടെ കൈകളിലേക്ക് എത്തുന്നത്. ക്ഷേമ പെൻഷന് ഇപ്പോൾ ഒരുപക്ഷെ വർധനവ് വരെ ഇപ്പോൾ പ്രതീക്ഷിക്കാവുന്ന സാഹചര്യമാണ്. 2500 രൂപ വരെയൊക്കെ എത്തുവാനുള്ള ഒരു നടപടി ഉണ്ടാകുമെന്നാണ് പറയുന്നത്. അപ്പോൾ അത് വെച്ച് നോക്കുമ്പോൾ 2 മാസത്തെ തുക ലഭിക്കുകയാണെങ്കിൽ 5000 രൂപ വരെ വരാം. അല്ലെങ്കിൽ പെൻഷൻ തുക വർദ്ധിപ്പിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ 4000 രൂപ ഉറപ്പായിട്ടും പ്രതീക്ഷിക്കാമെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട അറിയിപ്പ് എത്തുന്നത്. പ്രത്യേകിച്ച് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, അപ്പോൾ അടുത്ത മാസം സെപ്റ്റംബറിൽ പെൻഷൻ തുക കാണുകയില്ല. ആഗസ്റ്റിലായിരിക്കും അങ്ങനെ വരുമ്പോൾ 2 മാസത്തെ തുക ഒരുമിച്ച് നൽകുന്നത്. സാധാരണ രീതിയിൽ ഉത്സവ സീസണുകളോടനുബന്ധിച്ച് പെൻഷൻ തുക വിതരണം ചെയ്യുന്ന അല്ലെങ്കിൽ അടുപ്പിച്ച് 2 മാസത്തെ തുക വിതരണം ചെയ്യുന്ന ഒരു നടപടി ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു ആനുകൂല്യങ്ങൾ ലഭ്യമാകും എന്നുള്ളതാണ് ഇപ്പോൾ ഏറ്റവും പുതിയ അറിയിപ്പുകൾ വരുന്നത്. മാത്രമല്ല, അടുത്ത ഒരു പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് തന്നെ നമുക്ക് ഈ തൊഴിലുറപ്പ് പദ്ധതിയിലൊക്കെ 100 പണികളൊക്കെ പൂർത്തീകരിച്ചിട്ടുള്ള ആളുകൾക്കൊക്കെ തന്നെ തുക കൂടുതലായിട്ട് ലഭിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. ഒരു 1000 രൂപ 100 പണി പൂർത്തീകരിച്ചിട്ടുള്ള ആളുകൾക്ക് ലഭ്യമാകുന്നതിന് വേണ്ടിയുള്ള നടപടികളും ഓണത്തോടനുബന്ധിച്ചുണ്ടാകും. അതുപോലെ ഭക്ഷ്യധാന്യങ്ങളിലെല്ലാം തന്നെ വലിയ വർധനവുണ്ടാകും. ഒരുപക്ഷെ സൗജന്യ ഭക്ഷ്യക്കിറ്റുകൾ നമുക്ക് റേഷൻ കട വഴി ലഭിക്കുന്ന ഭക്ഷ്യക്കിറ്റുകളെല്ലാം തന്നെ ലഭ്യമാകുന്ന നടപടി ഉണ്ടാകുമെന്നുള്ള സൂചനകളൊക്കെ വരുന്നുണ്ട്. കൂടാതെ സപ്ലൈകോ വഴിയൊക്കെ ഭക്ഷ്യക്കിറ്റുകൾ വിതരണം ചെയ്തുകൊണ്ട് സബ്സിഡി സാധനങ്ങൾ ഉൾപ്പെടെയുള്ള ഭക്ഷ്യക്കിറ്റുകൾ വിതരണം ചെയ്യുന്നുണ്ട് എന്നുള്ളത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. പക്ഷേ ഇതിലെല്ലാം എല്ലാവരും തുറച്ചു നോക്കുന്ന അല്ലെങ്കിൽ ഉറ്റുനോക്കുന്ന കാര്യമെന്ന് പറയുന്നത് സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷനാണ്. തുക വർദ്ധിപ്പിച്ചുകൊണ്ട് 2500 രൂപ വീതം 2 മാസത്തെ ലഭിക്കുമോ എന്ന് പല ആളുകളും ചോദിക്കുന്നു. സാധ്യത വളരെ കൂടുതലാണ്. ഇപ്പോൾ ഈ ഒരു നമ്മുടെ ഇന്ദിരാ ഗ്യാരണ്ടിയിൽ ഉൾപ്പെടുത്തി ഈ ഒരു തുക വർദ്ധിപ്പിക്കേണ്ട സമയമൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. വീണ്ടും പഴയ ഒരു നടപടിയിലേക്കാണോ പോകുന്നത് എങ്കിൽ, ഇപ്പോൾ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കുന്നില്ല എങ്കിൽ അത് വലിയൊരു പ്രശ്നത്തിലേക്ക് തന്നെ എത്തുന്ന സാഹചര്യം ഉണ്ടാവും, അവസ്ഥ ഉണ്ടാവും. അത് അങ്ങനെ എത്താൻ ഇപ്പോഴത്തെ മുഖ്യമന്ത്രി നിൽക്കുമെന്ന് തോന്നുന്നില്ല. പ്രത്യേകിച്ച് ഇപ്പോൾ പുതിയ സർക്കാർ അധികാരത്തിൽ വന്നിട്ട് മാസങ്ങൾ മാത്രമേ ആയിട്ടുള്ളൂ. ഇതുതന്നെയായാലും ക്ഷേമ പെൻഷൻ ഒരു 4000 രൂപ, അതുപോലെ തന്നെ നമ്മുടെ തൊഴിലുറപ്പ് പദ്ധതിയിൽ അംഗങ്ങളായിട്ടുള്ള 100 പണികൾ പൂർത്തീകരിച്ചിട്ടുള്ള ആളുകൾക്ക് 1000 രൂപ, കൂടാതെ സൗജന്യ ഭക്ഷ്യക്കിറ്റുകൾ സപ്ലൈകോ വഴിയുള്ള ഭക്ഷ്യക്കിറ്റുകളെല്ലാം തന്നെ ഉണ്ടാവും. ഇതിൽ ഒരു സംശയവും വേണ്ട.